നമസ്കാരം, ഞാൻ ഗൗരി കൃഷ്ണൻ. വാരാന്ത്യ കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മിക്സഡ് റിലേയിൽ ഇന്ത്യക്ക് റെക്കോർഡോടെ സ്വർണം. അഭിമാനമായി അജ്മലും അമോജും. ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് 400 മീറ്ററിൽ മുഹമ്മദ് അജ്മലിന് സ്വർണം. കായിക രംഗത്തിന്റെ മുന്നേറ്റത്തിന് കേരള ഒളിമ്പിക് അസോസിയേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് PT ഉഷ. സൂപ്പർ ലീഗ് കേരള ഫ്രാഞ്ചൈസികളെ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ ആദ്യവാരം കിക്ക് ഓഫ്. മത്സരിക്കുക 6 ടീമുകൾ. വാർത്തകൾ വിശദമായി. ബാങ്കോക്ക് ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിലെ 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ ഇന്ത്യൻ ടീമിന് സ്വർണം. 3 മിനിറ്റ് 14.12 സെക്കൻഡാണ് പുതിയ ദേശീയ റെക്കോർഡ്. ടീമിലെ 2 പേർ മലയാളികൾ, അജ്മലും അമോജും. 3 മിനിറ്റ് 14.12 സെക്കൻഡിന്റെ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ചാണ് മുഹമ്മദ് അജ്മൽ, അമോജ് ജേക്കബ്, ജ്യോതിക ശ്രീദണ്ഡി, ശുഭ വെങ്കടേശ്വൻ എന്നിവരടങ്ങുന്ന ടീം ഒന്നാമതെത്തിയത്. കഴിഞ്ഞ വർഷം ഏഷ്യൻ ഗെയിംസിൽ കുറിച്ച റെക്കോർഡാണ് തിരുത്തിയത്. എന്നാൽ ഒളിമ്പിക് യോഗ്യതയ്ക്ക് ആവശ്യമായ മികച്ച സമയം കുറിക്കാൻ ഇന്ത്യക്കായില്ല. 16 ടീമുകൾക്കാണ് പാരീസ് ഒളിമ്പിക്സ് മിക്സഡ് റിലേയിൽ മത്സരിക്കാൻ അവസരമുള്ളത്. ഇതിൽ 14 ടീമുകൾ യോഗ്യത നേടിക്കഴിഞ്ഞു. ശേഷിക്കുന്ന 2 സ്ഥാനങ്ങൾക്കായി മത്സരിക്കുന്ന ടീമുകളിൽ ഇന്ത്യ 7ാം സ്ഥാനത്താണ്. ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിലെ 400 മീറ്റർ ഓട്ടത്തിൽ ഒന്നാമനായ അജ്മൽ. കേരളം ആകെ നേടിയത് 12 മെഡലുകൾ. മീറ്റിലാർക്കും ഒളിമ്പിക് യോഗ്യത ഉറപ്പിക്കാനായില്ല. കേരളത്തിന്റെ പാരീസ് പ്രതീക്ഷകൾ അസ്തമിച്ച നിലയിൽ. പുരുഷന്മാരുടെ 400 മീറ്ററിൽ പാലക്കാടുകാരൻ വി മുഹമ്മദ് അജ്മൽ 45.91 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് സ്വർണം നേടിയത്. 16.59 മീറ്റർ ചാടി ട്രിപ്പിൾ ജമ്പിൽ എൽദോസ് പോളും 1.74 മീറ്റർ ചാടി വനിതാ ഹൈജമ്പിൽ ഏഞ്ചൽ പി ദേവസിയും വെള്ളി നേടി. വനിതാ പോൾ വാട്ടിൽ മരിയ ജേസണും പുരുഷ ലോങ് ജമ്പിൽ മുഹമ്മദ് അനീസ് യഹിയയുമാണ് കേരളത്തിനായി വെങ്കലം നേടിയത്. 3.90 മീറ്റർ മറികടന്നാണ് മരിയയുടെ വെങ്കല നേട്ടം. ലോങ് ജമ്പിൽ 7.81 മീറ്റർ ചാടിയാണ് അനീസിന്റെ നേട്ടം. ഹെപ്റ്റാത്ലോണിൽ KA അനാമികയും 400 മീറ്റർ ഹഡിൽസിൽ ശാലിനിയും വെള്ളി നേടി മലയാളികളുടെ അഭിമാനമായി. വനിതകളുടെ ട്രിപ്പിൾ ജമ്പിൽ കേരളത്തിന്റെ ഷീന NV 13.32 മീറ്റർ ചാടി വെള്ളി നേടിയപ്പോൾ മറ്റൊരു മലയാളി അത്ലറ്റ് ഗായത്രി ശിവകുമാർ 13.08 മീറ്ററിൽ വെങ്കലവും സ്വന്തമാക്കി. കേരളത്തിലെ കായിക രംഗത്തിന്റെ വികസനത്തിന് സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീമതി ഡോക്ടർ PT ഉഷ. കായിക രംഗത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി കേരള ഒളിമ്പിക് അസോസിയേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും PT ഉഷ വാഗ്ദാനം ചെയ്തു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V സുനിൽകുമാർ കോഴിക്കോട് വെച്ച് ഡോക്ടർ PT ഉഷയെ സന്ദർശിച്ചപ്പോഴാണ് കേരളത്തിന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ സാമ്പത്തിക സഹായം അടക്കമുള്ള പിന്തുണ വാഗ്ദാനം ചെയ്തത്. ദേശീയ തലത്തിൽ CBSE, ICSE സ്റ്റേറ്റ് സ്കൂളുകൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന ദേശീയ കായിക മേള ഒളിമ്പിക് അസോസിയേഷന്റെ കീഴിൽ നടത്താൻ മുൻകൈയെടുക്കണമെന്ന് V സുനിൽകുമാർ അഭ്യർത്ഥിച്ചു. ഇതു സംബന്ധിച്ച വിശദമായ നിവേദനവും നൽകി. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഡോക്ടർ PT ഉഷ മറുപടി നൽകി. കോഴിക്കോട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് KT ജോസഫും ഡോക്ടർ PT ഉഷയെ സന്ദർശിക്കാനെത്തിയിരുന്നു. കേരള ഒളിമ്പിക് അസോസിയേഷന് വേണ്ടി പ്രസിഡന്റ് V സുനിൽകുമാറും ജില്ലാ അസോസിയേഷന് വേണ്ടി KT ജോസഫും ഡോക്ടർ PT ഉഷയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഉപഹാരവും കൈമാറി. ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒളിമ്പിക് റണ്ണിന് ഡോക്ടർ PT ഉഷ ആശംസകൾ അറിയിച്ചു. ഇത്തവണ കേരളത്തിൽ ഒളിമ്പിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുമെന്നും ഡോക്ടർ PT ഉഷ അറിയിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന് സെപ്റ്റംബർ ആദ്യവാരം കിക്ക് ഓഫ് ആകും. 45 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഥമ സൂപ്പർ ലീഗ് കേരളയിൽ കൊച്ചി പൈപ്പേഴ്സ്, കണ്ണൂർ സ്ക്വാഡ്, കാലിക്കറ്റ് FC, മലപ്പുറം FC, തൃശൂർ റോർ, തിരുവനന്തപുരം കൊമ്പൻസ് എന്നീ 6 ടീമുകൾ മത്സരിക്കും. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 6 ടീമുകളാണ് കേരള സൂപ്പർ ലീഗിൽ പങ്കെടുക്കുക. വിജയിയെ നോക്കൌട്ട് റൗണ്ട് വഴി തിരഞ്ഞെടുക്കും. തിരുവനന്തപുരം ഫ്രാഞ്ചൈസി കൊച്ചി ഫ്രാഞ്ചൈസിക്കൊപ്പം JNI സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തും. കണ്ണൂർ, കോഴിക്കോട് ടീമുകൾ EMS കോർപ്പറേഷൻ സ്റ്റേഡിയം ഉപയോഗിക്കും. മലപ്പുറവും തൃശൂരും അവരുടെ ഹോം മത്സരങ്ങൾ മഞ്ചേരിയിൽ കളിക്കും. ഈ വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന ലീഗ് 45 മുതൽ 60 ദിവസം വരെ നീണ്ടു നിൽക്കും. ഈ ടൂർണമെന്റിനുള്ള കളിക്കാരെ തിരഞ്ഞെടുക്കുന്നത് KSL ഡ്രാഫ്റ്റിൽ നിന്നാണ്. ഇതിൽ കേരള ഇതര ഫുട്ബോൾ കളിക്കാരും അന്താരാഷ്ട്ര കളിക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. മലയാളി ട്രിപ്പിൾ ജംപ് താരം എൽദോസ് പോളിന് ഗ്രീസിൽ നടന്ന അത്ലറ്റിക് മീറ്റിൽ വെള്ളി. 16.35 മീറ്റർ ദൂരം പിന്നിട്ടാണ് എൽദോസ് വെനിസേലിയ ചാന്യ രാജ്യാന്തര മീറ്റിൽ രണ്ടാമതെത്തിയത്. വനിതകളുടെ ഷോട്ട് പുട്ടിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച് അഭാഖത്വ.
18.41 മീറ്റർ എറിഞ്ഞ് 28-കാരിയായ അഭ ഖത്വ ഭുവനേശ്വറിൽ നടന്ന ദേശീയ ഫെഡറേഷൻ സീനിയർ അത്ലറ്റിക്സ് മത്സരത്തിലാണ് റെക്കോർഡോടെ സ്വർണം നേടിയത്. ആൺകുട്ടികളുടെ കേരള സ്റ്റേറ്റ് ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പ് മെയ് 23 മുതൽ മെയ് 26 വരെ പാലക്കാട് നടക്കും. സംസ്ഥാന സീനിയർ പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പ് മെയ് 28 മുതൽ 31 വരെ കൊല്ലത്തും നടക്കും. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.